ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ഒരു സങ്കടം നമ്മൾ ഇന്ന് തീർക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇപ്പോൾ ട്രാവലർ ടൈപ്പ് വണ്ടികളൊന്നുമില്ല. നമ്മുടെ ആ ലാസ്റ്റ് ഡ്രീം ക്യാച്ചർ മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിന് കൊടുത്തേ പിന്നെ. അപ്പോൾ ഇന്ന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ട്രാവലർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ചെറിയൊരു തട്ടൊക്കെ കിട്ടിയ വണ്ടിയാണ്, എന്നാലും ചെറിയൊരു പൈസ കിട്ടിയപ്പോൾ നമ്മളങ്ങ് എടുത്തു. പിന്നെ അവനൊരു ഹെൽപ്പ്, അവൻ്റെ ഷോറൂമിൽ ലാസ്റ്റ് പീസ് വണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ അടുത്തത് സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മളോട് എടുക്കുന്നോന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ചെറുക്കൻ. ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഔട്ട്ലുക്ക് മൊത്തത്തിൽ നമ്മളങ്ങ് മാറ്റും. ചെറിയ ലൈറ്റായിട്ട് നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തും. MVD പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുക്കനെ പുറത്തോട്ടൊന്ന് ഇറക്കിയിട്ടേ നോക്കാം എങ്ങനെ സംഭവം എന്നൊക്കെ. ഗൈസ്, അതിന് മുമ്പ് ഇവൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടാലോ? നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ചോക്കിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻജിനൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് നടത്തി നോക്കാം വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഗൈസ്, പിന്നെ ഇതിന് ഫ്ലൈയിങ് ഡോറാണ് കേട്ടോ. അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നോർമൽ ഒരു പുഷ് ആൻഡ് പുൾ ആ ടൈപ്പ് ഡോറല്ല. പിന്നെ ഗ്ലാസ്സിലൊക്കെ എന്തോ ഒരു ബ്ലാക്ക് ടിൻറ്റഡ് ലൈനൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ മാറ്റണം. ഫുള്ള് ചെളി പിടിച്ച് കിടക്കുവാണ്. നമുക്കിതെന്തോ 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് ഇതാക്കി കോൺട്രാക്റ്റ് ആക്കി. സംഭവം വണ്ടി കണ്ടിട്ട് അതിനേക്കാളും ഉണ്ട്, ഒരു 8 ലക്ഷത്തിനുണ്ട് വണ്ടി. പക്ഷേ നമ്മളവനെ പറ്റിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഗൈസ്. പിന്നെ അവനും ഇതെങ്ങനെയും വിറ്റൊഴിവാക്കിയാൽ മതി എന്നായിരിക്കും. ഇപ്പം നമുക്ക് നല്ല സാധനം തന്നെ കിട്ടി ഗൈസ് എന്തായാലും. അപ്പം നമ്മൾ നമ്മുടെ വയനാടൻ ഈയിടെ പണിക്കായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞേക്കുന്ന ഗ്യാരേജിലോട്ട് കൊണ്ടൊക്കോ, അവൻ്റെ ഒരു വർക്കർ അവിടെ ഉണ്ട്, പുള്ളിക്കാരൻ എല്ലാം സെറ്റാക്കി തരും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങ് എല്ലാം കൊണ്ടുപോയി ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. നമ്മളൊരു മാറ്റമൊന്നും വരുത്തുന്നില്ല, പക്ഷേ എക്സ്റ്റീരിയർ നമ്മൾ പണിയും ഗൈസ്, നന്നായിട്ട് പണിയും. അപ്പം വേറെ വണ്ടിയൊന്നുമില്ല, നമുക്ക് നേരെയാണ് പോകേണ്ടത് ഗൈസ്. ഇപ്പോൾ ആ ഗ്ലാസ്സിൽ എന്താ അങ്ങനത്തെ ഒരു ആ ടിൻറ്റഡ് ബ്ലാക്ക് ലൈനുള്ളതെന്ന് എനിക്കത് ഇപ്പോഴും മനസ്സിലായില്ല. അതെങ്ങനെ വന്നതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളോട്, എന്താ സംഭവം എന്നൊന്നും. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ വണ്ടി അങ്ങ് കയറ്റിയേക്കാം. നമുക്ക് വണ്ടി തിരിച്ച് സൈഡിലോട്ട് കയറ്റണം. എന്നിട്ട് നമ്മളിവിടുന്ന് മെല്ലെ ഇന്ന് തന്നെ പോകും. പണിയൊക്കെ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ സെറ്റാക്കി തരാമെന്നാണ് അവൻ പറഞ്ഞത്, നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിത് അത്രയ്ക്ക് അർജൻറ്റ് ആവശ്യമൊന്നുമില്ല ഈ വണ്ടി കിട്ടിയിട്ട്. അതുകൊണ്ട് കഴിച്ചപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലെ വർക്കർ. ചേട്ടാ, നമ്മുടെ ഈ വണ്ടിയൊക്കെ കണ്ടല്ലോ, കട്ടയ്ക്ക് അങ്ങ് പണിത് തന്നേക്കണം. ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കട്ടയ്ക്ക് അങ്ങ് സപ്പോർട്ട് നിന്നേക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രീനൊക്കെ മാറ്റിയിട്ട് ഫുള്ളൊരു വൈറ്റ് ആക്കിയ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മളിനി കയറ്റാൻ പോകുന്നത്. അപ്പം ചേട്ടാ, ഈ തട്ട് കിട്ടിയതൊക്കെ സെറ്റാക്കണം കേട്ടോ ഒന്ന്. നീ പോയിട്ട് വേണം മോനെ, ബാക്കിയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വെച്ചേക്കാം ഗൈസ്. ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ അണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, അണ്ണന് കത്തി സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നമുക്കിവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായേക്കാം. നമ്മളിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് നമ്മുടെ അണ്ണനും നമ്മുടെ ചങ്കും ഒക്കെ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കുന്ന പറഞ്ഞിങ്ങനെ ഗൈസ്. അപ്പം നമ്മുടെ ചെറുക്കൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.